നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നിരിക്കുന്നു. പ്രളയത്തിൽ 285 ഇന്ത്യക്കാരെ കാണാതായെന്ന് ഇന്ത്യ. അതേസമയം നേപ്പാളിൽ കാണാതായ മലയാളികളുടെ കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. കാണാതായവരുടെ എണ്ണത്തിൽ നോർക്കയ്ക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും 2 കണക്കുകളാണ്. 33 മലയാളികൾ കാണാതായി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. Per information currently available, there are 288 Indian nationals who remain uncontactable. Then a group of 61 Indian nationals from different states who traveled through Richa tours, and then a group of 33 Indian nationals from Kerala. അതേസമയം 53 പേരെ കാണാതായെന്ന് നോർക്കയും പറയുന്നു. ബേസിക്കലി നമ്മൾ അവസാനം ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണിയോടെ കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു 17 യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ്. അതെല്ലാം വന്നിരിക്കുന്നത് നോർക്ക റൂട്ട്സിൽ നിന്ന് വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കോൾസ് ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവരുടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതെ 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. എന്തോ മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൽട്ട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ഫെമിന ദില്ലിയിൽ നിന്ന് ശരിക്കണം. ഫെമിന, ഈ കാണാതായ മലയാളികളെ സംബന്ധിച്ചൊരു അവ്യക്തത, അവരുടെ എണ്ണത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അത് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് 33 പേരെ കാണാതായി, പക്ഷേ നോർക്ക പറയുന്നു 53 പേരെ കാണാതായിരിക്കുന്നു മലയാളികളെ എന്നാണ്. എന്താണ് ഇത് സംബന്ധിച്ച് നൽകാനുള്ള വിവരം? ഒപ്പം നേപ്പാളിൽ നിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? പുതിയ അപ്ഡേറ്റ് പ്രകാരം അക്ഷയ്, നേപ്പാളിൽ ഈ പ്രളയത്തിൽ കാണാതായത് 290 പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ എക്സിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 290 പേരാണ്. നേരത്തെ ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ 288 പേരെയായിരുന്നു കാണാതായത്. പിന്നീട് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു 21 പേരോളം. അത്തരത്തിൽ പിന്നീടും കാണാതായവരുടെ കണക്കിൽ ഒരു അപ്ഡേഷൻ വന്നപ്പോഴാണ് ഇപ്പോൾ 290 എന്നൊരു നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ ഈ 33 മലയാളികളെ കാണാതായിട്ടില്ല എന്നാണ് വിദേശകാര്യ വക്താവ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. എന്നാൽ നേരത്തെ കേരളത്തിൽ വെച്ച് നോർക്കയുടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഒരു 53 പേരെ കാണാതായതിന്റെ കണക്കാണ് പറഞ്ഞത്. പക്ഷേ അത് ഏത് കണക്കാണ് എന്നതിൽ ഒരു വ്യക്തതയില്ല. ഈ 2 കണക്കുകൾ തമ്മിൽ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. ഈ 53 പേർ കാണാതായി എന്ന് ഈ നോർക്ക അധികൃതർ പറയുമ്പോഴും ഈ 53 പേർ കാണാതായവരാണോ അല്ലെങ്കിൽ നേപ്പാളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ 33 പേർ എന്നത് അവിടെ കാണാതായവ 290 പേരിലാണ് ഈ ഒരു 33 പേർ മലയാളികളായിട്ടുള്ളവരെയും കാണാതായിട്ടുള്ളത്. എന്നാൽ ഈ നോർക്കയുടെ കണക്കുകളിൽ കാണാതായവരാണോ അല്ലെങ്കിൽ നേപ്പാളിൽ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നവരാണോ, കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നവരാണോ എന്നുള്ളതിലൊന്നും ഒരു വ്യക്തതയില്ല. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് ഒരു 80ഓളം പേരെ ഇഷ ഫൗണ്ടേഷന്റെ ഭാഗമായി കൈലാസ് മാനസ് സരോവർ യാത്രക്കായിട്ട് തിരിച്ച ഒരു ഗ്രൂപ്പിൽപ്പെട്ട 80ഓളം പേരെ കാണാനില്ല എന്ന ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിൽ മലയാളികളുണ്ടോ, 1-2 മലയാളികളുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പക്ഷെ അതിപ്പോഴും നോർക്ക അധികൃതർക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഏകോപനത്തിൽ എംബസിയുമായിട്ടും വിദേശകാര്യ മന്ത്രാലയവുമായിട്ടും ഇത്തരത്തിൽ നേപ്പാളിൽ കാണാതായവരുടെ വിവരങ്ങൾ, ആ കാര്യങ്ങൾ അവരെ കണ്ടെത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ഏകോപനമില്ലായ്മ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കണക്കുകളിലെ അവ്യക്തത കൊണ്ട് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, നോർക്ക അധികൃതരുടെ പക്കലുള്ള കണക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഹെൽപ്പ് ലൈൻ നമ്പർ വഴി കോണ്ടാക്ട് ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ ട്രാവൽ ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ സോളോ ട്രിപ്പ് ആയോ ചെറിയ സംഘങ്ങളായോ ഒക്കെ നേപ്പാളിലേക്ക് എത്തിയവരുടെ കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 1000ഓളം പേരെയാണ് കാണാതായിട്ടുള്ളത് എന്നാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് അനായാസം എത്തിപ്പെടാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. റോഡ് വഴിയും ഒക്കെ നിരവധി ആളുകൾ ഈ നേപ്പാളിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നതാണ്. ഇത്തരത്തിൽ
ഈ നേപ്പാളിലേക്ക് എത്തിയവരെ കുറിച്ചുള്ള അതിൽ മലയാളികൾ നിരവധിയായിട്ടുള്ള മലയാളികൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കം എത്ര മലയാളികൾ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു, അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, കാണാതായവർ എത്ര പേരുണ്ട് എന്നുള്ളതിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. നോർക്കയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച കണക്കുകൾ എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. നോർക്ക അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് ഈ ഒരു കണക്ക് എന്താണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് എവിടെ നിന്നാണ് എന്നുള്ളതിൽ തങ്ങൾക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് നോർക്ക അധികൃതർ പറഞ്ഞത്. അത് ഏതാണ് ഈ 33 പേർ എന്നത് അറിയാനായിട്ട് ശ്രമിക്കുകയാണ്, എംബസിയുമായിട്ട് ബന്ധപ്പെടുകയാണ് എന്നുള്ളൊരു വിവരമാണ് അവർ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും ഈ ഒരു അവ്യക്തത തുടരുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം നേപ്പാളിൽ ഇന്ത്യൻ എംബസി കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 290 പേരെയാണ് ഇപ്പോൾ 290 ഇന്ത്യക്കാരെയാണ് ഇപ്പോൾ നേപ്പാളിൽ കാണാതായിട്ടുള്ളത്. ശരി, ഫെമിനയാണ് വിവരങ്ങൾ നൽകിയത്.